അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 180. കുഞ്ഞ തന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിൽക്കുന്നവളെ അഗ്നി വാത്സല്യത്തോടെ വിളിച്ചു. ദേവേട്ടൻ എങ്ങനെ അറിഞ്ഞ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവള് ചോദിച്ചു. ഞാനത് പറഞ്ഞ നീ വീണ്ടും കരയോ? അഗ്നി മറുചോദ്യം ചോദിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. പറ. കരയില്ല. ഇപ്പൊ എനിക്കെല്ലാം അറിയാലോ. പതിഞ്ഞ ശബ്ദത്തിൽ അവള് പറഞ്ഞതും അഗ്നിയൊന്ന് നിശ്വസിച്ചു. കൈ കാണിക്ക്, അവൻ പറഞ്ഞു. അവള് പുരികം ചുളിച്ചുകൊണ്ട് അവനെ നകന്നു മാറി അവന് നേരെ കൈ നീട്ടി. അഗ്നി അവളുടെ കയ്യിലേക്ക് മടക്കിയൊരു പേപ്പർ വെച്ചു കൊടുത്തു. ജ്വാല പേപ്പറിലേക്കും അഗ്നിയുടെ മുഖത്തേക്കും സംശയത്തോടെ നോക്കി. അതൊരുപാട് പഴക്കമുള്ളൊരു പേപ്പറാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ആ പേപ്പറിൽ അവിടെവിടായി കീറിയതുപോലെ കാണുന്നുണ്ട്. ഇതെന്താ ദേവേട്ടാ? അവള് ചോദിച്ചു. നീ എന്നോട് ചോദിച്ചില്ലേ ആരെ എനിക്കെല്ലാം പറഞ്ഞു തന്നേന്ന്? അതിനുള്ള ഉത്തരാ, അവൻ പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞതുപോലെ. അവള് പതിയെ ആ പേപ്പർ തുറന്നു നോക്കി. പ്രിയപ്പെട്ട മുത്തിന് എന്ന് തുടങ്ങിയ ആ എഴുത്ത് കണ്ടതും ജ്വാല ആകെ മരവിച്ചതുപോലെ നിന്നുപോയി. ഈ ഭൂമിയിൽ ജ്വാലയെ അങ്ങനെ വിളിച്ചിരുന്ന രണ്ടേ പേർ, അവളുടെ അച്ഛനും അമ്മയും. ജ്വാല പകപ്പോടെ അഗ്നിയെ നോക്കി. അഗ്നി പെട്ടെന്ന് അവളെ തന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു. അവളുടെ ശരീരം വിറയ്ക്കുന്നു. കുഞ്ഞാ, കരയരുത്, നീ എനിക്ക് വാക്ക് തന്നതാ, അഗ്നി പതിയെ പറഞ്ഞു. എൻ്റെ അമ്മ. അമ്മ അമ്മ എന്നോടെല്ലാം അറിഞ്ഞിട്ട് കുറച്ചായി. അന്ന് നീ എനിക്ക് ഈ ആൽബം കൊണ്ടുവന്ന് കാണിച്ചു തന്നില്ലേ? അതിനുശേഷം ഇവിടെ വെച്ച് ഒരിക്കൽ നിന്റെ ഫോട്ടോ നോക്കിയപ്പോൾ അതിന്റെ പുറകിൽ നിന്ന് കിട്ടിയതാ. എൻ്റെ കുഞ്ഞ് ഇത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അല്ലേ? അവൻ ചോദിച്ചു. ഹും, അവള് തേങ്ങി. നീയെല്ലാം അറിയണമെന്ന് നിന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ അയാളുടെ സ്വഭാവം നീയെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയായിരിക്കും. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ പൂച്ച കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. കരയരുത്. ഇതറിഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാം അറിഞ്ഞപ്പോൾ ഒരു മരവിപ്പായിരുന്നു എനിക്ക്. അയാൾ ഇത്രയും വലിയൊരു ക്രൂരനാണെന്ന് ഞാനും കരുതിയിരുന്നില്ല. പക്ഷെ എന്നിട്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. അല്ല, അപ്പൂനും വ്യാസനും അറിയായിരുന്നു, അവർക്ക് മാത്രം. അവൻ ഇടർച്ചയോടെ പറഞ്ഞു. ദേവേട്ട, അവളെ വിളിച്ചു. അമ്മ പറഞ്ഞത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് പിറകെയായിരുന്നു ഞാൻ. അയാളെക്കുറിച്ച് എല്ലാം അറിയണമായിരുന്നു. ഇപ്പൊ എനിക്കറിയാതെ നിയമം കൊടുക്കുന്ന ഒരു ശിക്ഷയും അയാൾക്ക് മതിയാവില്ല കുഞ്ഞ. അങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കാനും കഴിയില്ല എനിക്ക് അയാളെ. അവന്റെ ശബ്ദം ഒരു വേള കടുത്തുപോയി. ജ്വാല ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് കവിളമർത്തി വെച്ച് വിറയാർന്ന കൈകൾ കൊണ്ട് ആ കത്ത് ഉയർത്തിപ്പിടിച്ചു. അക്ഷരങ്ങൾ എവിടെയൊക്കെയോ മങ്ങിപ്പോയിരിക്കുന്നു. ചില വാക്കുകൾ മുറിഞ്ഞു പോയിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് വിങ്ങുന്ന ഹൃദയത്തോടെ ജ്വാല കത്ത് വായിച്ചു നോക്കി. രാജൻ സീതയോട് ചെയ്ത എല്ലാ ക്രൂരതകളും ആ അമ്മ അതിൽ മകളോട് വിശദമായി പറഞ്ഞിരുന്നു. എല്ലാം വായിച്ചതും ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക തന്നെ ചെയ്തു. അഗ്നി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കരയരുതെന്ന് ഇനിയും എങ്ങനെ പറയും? അവൻ അറിയുമായിരുന്നില്ല. എല്ലാം വായിച്ചു കഴിഞ്ഞതും ആ കത്തിലെ അവസാന പാരഗ്രാഫ് കണ്ട് ജ്വാല കണ്ണുകൾ അമർത്തി തുടച്ച് അതിലേക്ക് തന്നെ നോക്കി. അവള് പതിയെ അതും വായിച്ചു നോക്കി. മുത്തേ, അമ്മ ഇതൊക്കെ മോളോട് പറയുന്നത് മോളയാളെ സൂക്ഷിക്കാൻ വേണ്ടിയാ. അമ്മയ്ക്ക് അറിയില്ല ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമെന്ന്. കാരണം അയാൾ അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് പോവില്ല. ഈ സ്വത്തുക്കളെല്ലാം അയാൾക്ക് നോട്ടുണ്ട്. എങ്ങാനും ഈ കത്ത് അയാളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അയാൾ ഇത് നശിപ്പിച്ചു കളയും. പക്ഷെ അമ്മയുടെ മുത്തിന്റെ കയ്യിൽ ഇത് കിട്ടുന്ന നിമിഷം എൻ്റെ മോള് കരയരുത്. നിന്റെ കണ്ണീര് കാണാൻ അച്ഛയ്ക്കും അമ്മയ്ക്കും കഴിയില്ല. അത്രയും വായിച്ചതും ജ്വാലയൊന്ന് തേങ്ങി. അഗ്നി അവളുടെ നെറ്റിയിൽ കവിളമർത്തി വെച്ചു. അവള് വീണ്ടും വായിക്കാൻ തുടങ്ങി. ഈ ആൽബം മുത്തശ്ശൻ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞേക്കാ നീ കത്ത് കാണാൻ. അതും അല്ലെങ്കിൽ അമ്മ നേരത്തെ പറഞ്ഞ പോലെ ആ നീചൻ ഇത് നശിപ്പിച്ചു കളയും. എന്തു തന്നെ ആയാലും സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരെന്നെ ചെയ്യും. എൻ്റെ കുട്ടി വിഷമിക്കരുത്. എല്ലാം അറിയുമ്പോൾ അയാളോട് പോയി വഴക്കിടുകയും ചെയ്യരുത്. നിന്നെ കൊണ്ട് തനിച്ചൊന്നും അയാളെ ചെയ്യാൻ കഴിയില്ല. എല്ലാം അറിയുന്ന നിമിഷം എൻ്റെ മോൾക്ക് താങ്ങായി ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അമ്മ വല്ലാതെ ആഗ്രഹിച്ചു പോന്നു അങ്ങനെ. നിന്റെ അച്ഛനെ പോലെ നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാള്. അങ്ങനെ ഒരാൾ എൻ്റെ മോൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഈ കത്ത് നീ വായിക്കുമ്പോഴും അമ്മ കരയില്ല. കാരണം എൻ്റെ മകൾ തനിച്ചല്ല എന്നുള്ള വിശ്വാസം അമ്മയ്ക്കുണ്ടല്ലോ. അമ്മയും അച്ഛയും മരണത്തിൽ പോലും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കത്തെൻ്റെ മോള് വായിക്കുമ്പോൾ പോലും അച്ഛയും അമ്മയും ഒരുമിച്ചായിരിക്കും. നീ എവിടെ ആയിരുന്നാലും നിനക്കൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും. അമ്മയുടെ സ്വാർത്ഥതയായിരുന്നു ഇതെന്ന് അറിയാം. പക്ഷെ നിന്റെ അച്ഛനെ അമ്മ അത്രമേൽ സ്നേഹിച്ചു പോയതുകൊണ്ടാ മുത്തേ. നീ അമ്മയോട് ക്ഷമിക്ക്. അച്ഛൻ അമ്മയില്ലാതെ എൻ്റെ മോൾ എങ്ങനെ ജീവിക്കുന്ന അമ്മയ്ക്ക് അറിയില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി ഞാൻ. ചിലർ ചേർന്ന് തോൽപ്പിച്ചു കളഞ്ഞു. അമ്മ നിർത്തട്ടെ. അച്ഛൻ വിളിക്കുന്നുണ്ട് അമ്മേ. വേഗം ചെല്ലാൻ പറയുന്നു. സ്നേഹത്തോടെ എൻ്റെ മുത്തിൻ്റെ അമ്മ. അത്രയും എഴുതി ആ കത്ത് അവസാനിക്കുമ്പോൾ ജ്വാല പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അഗ്നിയും കരയുക തന്നെയായിരുന്നു. അവൾ ഒരുപാട് കരഞ്ഞു. നെഞ്ചുപൊട്ടി ഒരുപാട്.
രാജനെ കൊല്ലാനുള്ള പക അവളിൽ നുരഞ്ഞു പൊന്തി. തന്നെ തലോടുന്ന അഗ്നിയുടെ മുഖത്തേക്ക് അവൾ നോക്കി. കലങ്ങിയിട്ടുണ്ട് അവന്റെ കണ്ണുകൾ. എന്നാ അയാളെ കൊല്ലുക? അവൾ ചോദിച്ചു. അഗ്നി ആ പെണ്ണിനെ തന്നെ ഉറ്റുനോക്കി. പറ, കൊല്ലില്ലേ? അവള് വീണ്ടും ചോദിച്ചു. ഉം, കൊല്ലും, അഗ്നി പറഞ്ഞു. അവള് കണ്ണുകൾ തുടച്ച് ഒന്ന് ചിരിച്ചു. എന്റെ മുന്നീന്ന് വേണട്ടോ, എനിക്ക് കാണണം. അവള് വീണ്ടും പറഞ്ഞു. എല്ലാം ശരിയാവും, ഞാനില്ലേ കൂടെ. ഇപ്പന്റെ കുഞ്ഞ് ഒന്നും ഓർത്ത് വിഷമിക്കരുത്. അഗ്നി അവൾ അങ്ങനെ തന്നെ എടുത്തുയർത്തി. ജ്വാല അവന്റെ കഴുത്തിലൂടെ കൈചുറ്റി അവന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു വെച്ചു. എന്റെ അച്ഛയമ്മയും ഇപ്പൊ ചിരിക്കായിരിക്കും ദേവേട്ടാ. അതെന്താ? അഗ്നി ചോദിച്ചു. അതോ, ഇതില് പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, എല്ലാം ഞാൻ അറിയുന്ന സമയം എനിക്ക് കൂട്ടായി എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അവര് കരയില്ലാന്ന്. എനിക്കെന്റെ ദേവേട്ടനില്ലേ, എന്റെ അച്ഛയെ പോലെ എന്നെ സ്നേഹിക്കുന്നില്ലേ? വാക്കുകൾ ഇടറിയെങ്കിലും പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. അഗ്നിയുടെ കണ്ണീന്ന് രണ്ടു തുള്ളി അടർന്നു വീണു. എനിക്ക് ചുറ്റും എല്ലാരും ഉണ്ട് ദേവേട്ട. ദേവേട്ടൻ, അച്ഛ, അമ്മ, ആരവേട്ടൻ, പൊന്നു, മീനു, വ്യാസേട്ടൻ, അവിടുത്തെ അച്ഛയമ്മയും, അങ്ങനെ അങ്ങനെ എത്ര പേരാ എന്നെ സ്നേഹിക്കാൻ. അപ്പൊ ജ്വാലയ്ക്ക് എല്ലാരും ഇല്ലേ? അപ്പൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും സന്തോഷം തന്നെ ആയിരിക്കൂല്ലേ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവരൊരുപാട് ഹാപ്പി ആയിരിക്കും കുഞ്ഞാ, നിന്നെ അവര് ഇപ്പോഴും കാണുന്നുണ്ടാവും. അഗ്നി പറഞ്ഞു. അതെ, അവരുടെ പ്രാർത്ഥനയെ എനിക്കൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടല്ലേ നിക്കിന്റെ ദേവേട്ടനെ കിട്ടിയേ? അവൾ അവന്റെ ചുണ്ടിൽ പതിയെ ചുണ്ടമർത്തി. അഗ്നി അവളെ നോക്കി പതിയൊന്ന് ചിരിച്ചു. ഇനി നമുക്ക് സങ്കടമൊന്നും വേണ്ട കേട്ടോ. തൽക്കാലം എല്ലാം നമുക്ക് മറക്കാം. നാളെ രാവിലെ നമ്മൾ തറവാട്ടിലേക്ക് പുറപ്പെടും. അവിടെ ചെന്നാൽ പിന്നെ നല്ല രസമായിരിക്കും. പിന്നെ എൻ്റെ കുഞ്ഞിന് സന്തോഷം തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അഗ്നി അവളെ എടുത്തുകൊണ്ട് പതിയെ റൂമിലേക്ക് നടന്നു. എന്താ അത്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതോ, അതില്ലേ, അവിടെ അച്ചമ്മ മാത്രല്ല, നാളെ അമ്മമ്മയുണ്ടാവും. അവൻ ചിരിയോടെ പറഞ്ഞു. ഏ, സത്യം? അമ്മമ്മയും വരോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട്? അവള് ചോദിച്ചു. അഗ്നി അവളെ കുറുമ്പോടെ നോക്കി. വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ എല്ലാരെയും കാണണമെന്ന്. പക്ഷെ അവിടെ പോയിട്ട് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാ നീ പിന്നെ എന്നെ മൈൻഡ് ചെയ്യോടി? അവൻ പുരികമുയർത്തിക്കൊണ്ട് പതിയെ ജ്വാലയെ ബെഡിലേക്ക് ഇരുത്തി അവളുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി എടുത്തു വെച്ച് അവളുടെ മടിയിലേക്ക് തന്നെ കിടന്നു. ആലോചിക്കട്ടെ, അവൾ കുറുമ്പോടെ പറഞ്ഞു. ഓഹോ, ആലോചനയുള്ളൂല്ലേ? ദേ പെണ്ണെ, എന്നെങ്ങാനും മൈൻഡ് ചെയ്യാതിരുന്ന അപ്പോഴാ. ഹാ, അവനൊരു താക്കീതോടെ പറഞ്ഞു. എന്ത് ചെയ്യും? അവളിൽ അപ്പോഴും കുറുമ്പ് തന്നെ. അഗ്നി പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് ഡ്രസ്സിന് മുകളിലൂടെ അവളുടെ വയറിൽ പതിയെ കടിച്ചു. ദേവേട്ട, അവളെ എങ്ങലോടെ വിളിച്ചുകൊണ്ട് അവന്റെ തലമുടിയിൽ പിടിമുറുക്കി. അഗ്നി കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തെന്ന് ചോദിച്ചില്ലേ, അതിനുള്ള മറുപടിയാ. എന്തു ചെയ്യും? എന്തു ചെയ്യുന്നു വെച്ചാ ഇതുവരെ ചെയ്യാത്ത പലതും ചെയ്യും. അവൻ സ്വയം കീഴ്ച്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തി. ജ്വാല പിടച്ചിലോടെ അവനെ നോക്കി. ഇപ്പോഴിങ്ങനെ പെടയല്ലേ പെണ്ണ്, അതിനൊക്കെ സമയമുണ്ട്. അവൻ അവളുടെ കവിളിൽ പതിയെ പിച്ചി. ജ്വാല അവനെ നോക്കി നാണത്തോടെ ചിരിച്ചു. പതിയെ അഗ്നി ബെഡിലേക്ക് കിടന്നതും ജ്വാല അവന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നെ ഇറുക്കി പിടിക്ക് ദേവേട്ട, ശ്വാസം മുട്ടണ പോലെ അത്രയും ചേർത്ത് പിടിക്ക്, അവള് പ്രണയത്തോടെ പറഞ്ഞു. അഗ്നി ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. അവന്റെ വലിയ ശരീരത്തിൽ അവളുടെ മേനി വല്ലാതെ ചേർന്നു. ജ്വാല ചൂടിൽ പതിയെ കണ്ണുകൾ അടച്ചു. അഗ്നി അവളുടെ നെറ്റിയിൽ അവന്റെ ചുണ്ടുകൾ അമർത്തിവെച്ചു. അങ്ങനെ ഇന്നാണ് കൗസ്തുഭത്തിൽ നിന്നും എല്ലാവരും ചേർന്ന് തറവാട്ടിലേക്ക് പോകുന്നത്. ഇരുവശവും മരങ്ങളും പാടവും കാടും നിറഞ്ഞ വഴികളിലൂടെ അഗ്നിയുടെ കാർ മുന്നോട്ട് പോവുകയാണ്. അവന്റെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലായി ജ്വാല ഇരിക്കുന്നുണ്ട്. അവളുടെ നോട്ടം മുഴുവൻ പുറത്തു കാണുന്ന കാഴ്ചകളിലാണ്. നഗരത്തിന്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും ഗ്രാമീണരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതുപോലെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു എല്ലായിടവും. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. തന്റെ നാടിനേക്കാൾ സുന്ദരമാണ് അവിടമെന്ന് തോന്നിപ്പോയി അവൾക്ക്. പുറകിലെ സീറ്റിലിരുന്ന മീനുവും പൊന്നുവുമെല്ലാം നല്ല ബഹളമാണ്. ജ്വാല അതൊന്നും അറിയുന്നത് കൂടിയില്ലായിരുന്നു. അവളുടെ പൂച്ചക്കണ്ണുകൾ വല്ലാതെ ചുറ്റും ഓടി നടക്കുന്നുണ്ട്. ഡ്രൈവിങ്ങിനിടയിലും അഗ്നി അവന്റെ പെണ്ണിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കുടുംബക്ഷേത്രത്തിൽ പോവാനായി അവളുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്ന് പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇതുപോലുള്ള നോട്ടൊന്നും ഇല്ലായിരുന്നു പെണ്ണിന്. സുരഭി എന്ന് അവളെ വെള്ളത്തിൽ തള്ളിയിട്ടപ്പോ അമ്മ പ്രാർത്ഥിച്ചതാ അവളെ കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പൊക്കോളാന്ന്. അതുകൊണ്ട് തന്നെ ഞാനും അവളും മാത്ര അന്നിങ്ങോട്ട് വന്നത്. അന്ന് അവൾ എന്നോട് അത്ര വലിയ അടുപ്പത്തിലല്ലായിരുന്നോണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ സംസാരം കുറവായിരുന്നു. ഇന്ന് പക്ഷെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു. അതുകൊണ്ട് തന്നെ കുഞ്ഞൻ നല്ല സന്തോഷത്തിലാ. അവന്റെ പൂച്ചക്കണ്ണുകൾ തിളങ്ങി. ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടി തന്നെയാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇവിടെയാണെങ്കിൽ അച്ഛമ്മയും മധുചെറിയച്ചനും ചെറിയമ്മയും പിള്ളേരും എല്ലാം ഉള്ളതുകൊണ്ട് എൻ്റെ കുഞ്ഞ് കൂടുതൽ ഹാപ്പി ആയിരിക്കും. സുരേഷങ്ങളും മായാൻറ്റി വന്നിട്ടുണ്ടാവും. പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചിന്തയോടെ അഗ്നിയുടെ കാർ മുന്നിലേക്ക് കുതിച്ചു. എന്തൊരു ഭംഗിയാ ദേവേട്ട ഇവിടെയൊക്കെ കാണാൻ. തറവാട്ടിൽ നിന്ന് നമുക്ക് ഇവിടേക്കൊക്കെ നടന്നു വരണോട്ടോ, എനിക്ക് ഇവിടെയൊക്കെ കാണണം. ജ്വാല അഗ്നിയെ നോക്കി ആവേശത്തോടെ പറഞ്ഞു.
വരാ കുഞ്ഞ. അഗ്നി സമ്മതിച്ചു. ജ്വാല ചിരിയോടെ തലയാട്ടിക്കൊണ്ട് വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. പഴയ നാലുകെട്ട് രീതിയിലുള്ള തറവാടിനു മുന്നിൽ അഗ്നിയുടെ കാർ വന്നു നിന്നു. ജ്വാലയും പൊന്നും കാറിലിരുന്നുകൊണ്ട് തന്നെ കണ്ണു വിടർത്തി മുന്നിലേക്ക് നോക്കി. അത്രയും പഴക്കമുള്ള, എന്നാൽ ഇന്നും പ്രൗഢിയോടെ നിൽക്കുന്ന കൗസ്തുഭം തറവാട്. ആ തറവാട്ടിൽ നിന്നും ഒരുപാട് മാറി മറ്റൊരു വീട്ടിലാണ് താമസമെങ്കിലും കൗസ്തുഭം എന്ന് തന്നെ തന്റെ വീടിന് മോഹൻ പേര് വെച്ചത് ആ തറവാടിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് തന്നെയായിരുന്നു. ഇറങ്ങൂ കുഞ്ഞ. ജ്വാല മുന്നോട്ട് നോക്കി ഇരിക്കുന്നത് കണ്ട് അഗ്നി പറഞ്ഞു. ജ്വാല പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പൊന്നവും മീനുവും കൂടി പുറത്തേക്ക് ഇറങ്ങിയതും അഗ്നിയും കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്ക് അപ്പൂന്റെ വ്യാസിന്റെയും കാറ് കൂടി അവിടേക്ക് വന്ന് നിന്നിരുന്നു. മീനു വേഗം വ്യാസിന്റെ കാറിലേക്ക് നോക്കി. അവനും വനജയും ബാലനും കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും അവള് വേഗം അവർക്കടുത്തേക്ക് പോയി. വ്യാസ് വരുന്നുണ്ടെന്ന് അഗ്നി പറഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും വ്യാസ് അങ്ങോട്ട് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴാണ് അവനെ കാണുന്നത്. വ്യാസ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മീനു അവനൊരു പുഞ്ചിരി മടക്കി നൽകി വനജയുടെ ബാലന്റെ അടുത്തേക്ക് വന്നു. വനജ അവളുടെ കൈ പിടിച്ചു. തുടരും. ഞാൻ അഗ്നിയുടെയും ജ്വാലയുടെയും കൂടെ തറവാട്ടിലെത്തി. അപ്പം എല്ലാവരും പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ.